ആഗോള രാഷ്ട്രീയത്തിൽ അസ്ഥിരത പുകയുന്ന ഈ കാലഘട്ടത്തിൽ ലോകശക്തികൾ തങ്ങളുടെ ആയുധപുരകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് മിനിറ്റുകൾക്കുള്ളിൽ ഭൂമിയുടെ മറുഭാഗത്തെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ള അതിമാരക മിസൈലുകളാണ്. റഷ്യയുടെ കരുത്തുറ്റ സാർമാറ്റ് മുതൽ ഉത്തരകൊറിയയുടെ മോൺസ്റ്റർ മിസൈൽ എന്നറിയപ്പെടുന്ന ഹ്വാസോങ് 17 വരെ നീളുന്ന ഈ മിസൈലുകൾ കേവലം ആയുധങ്ങളല്ല, മറിച്ച് രാജ്യങ്ങളുടെ പരമാധികാരത്തിന്റെയും പ്രതിരോധത്തിന്റെയും അന്തിമ കവചങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദൂരപരിധിയുള്ള മിസൈലായാണ് റഷ്യയുടെ RS-28 സാർമാറ്റ് കണക്കാക്കപ്പെടുന്നത്. 18,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ഭീമൻ മിസൈലിന് 10 ടൺ ഭാരമുള്ള ആയുധശേഖരം വഹിക്കാൻ ശേഷിയുണ്ട്. ഒന്നിലധികം വാർഹെഡുകളോ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകളോ ഇതിൽ ഘടിപ്പിക്കാം. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള ഇതിന്റെ സഞ്ചാരപഥം പ്രവചനാതീതമാണ്. ദക്ഷിണ ധ്രുവത്തിനു മുകളിലൂടെ പോലും സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇതിന് സാധിക്കും. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ഹെവി ICBM അതിന്റെ ഭീമാകാരമായ പൗലോഡ് കപ്പാസിറ്റിക്കും പ്രഹരശേഷിക്കും പേരുകേട്ടതാണ്. 16,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇതിന് ഒരേ സമയം 10 വാർഹെഡുകൾ വരെ വഹിക്കാൻ സാധിക്കും. കോൾഡ് ലോഞ്ച് സംവിധാനം ഉപയോഗിക്കുന്ന ഈ മിസൈൽ ഭൂഗർഭ സൈലോകളിൽ അതീവ സുരക്ഷിതമായാണ് സൂക്ഷിക്കുന്നത്. സാർമാറ്റ് മിസൈലുകൾ പൂർണ്ണമായി സജ്ജമാകുന്നതുവരെ റഷ്യൻ സൈന്യത്തിന്റെ പ്രധാന കരുത്തായി ഇവ തുടരും. ചൈനയുടെ പക്കലുള്ള ഏറ്റവും കരുത്തുറ്റ റോഡ് മൊബൈൽ ICBM ആണ് DF-41. 12,000 മുതൽ 15,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈലിന് വെറും 30 മിനിറ്റിനുള്ളിൽ അമേരിക്കയിലോ യൂറോപ്പിലോ എവിടെയും ആക്രമണം നടത്താൻ സാധിക്കും. 3 ഘട്ടങ്ങളിലായുള്ള സോളിഡ് ഫ്യൂവൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഇതിന് 10 വാർഹെഡുകൾ വരെ വഹിക്കാനാകും. ചൈനീസ് പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ ആയുധമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഉത്തരകൊറിയയുടെ പക്കലുള്ള ഏറ്റവും വലിയ മിസൈലാണിത്. ഇതിന്റെ ഭീമാകാരമായ വലിപ്പം കാരണം മോൺസ്റ്റർ മിസൈൽ എന്നാണിത് വിളിക്കപ്പെടുന്നത്. ഏകദേശം 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇത് ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് മൊബൈൽ ലിക്വിഡ് ഫ്യൂവൽ മിസൈലാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏതു ഭാഗത്തെയും തകർക്കാൻ ഈ മിസൈൽ മതിയെന്നാണ് കിം ജോങ് ഉന്നിന്റെ അവകാശവാദം. അമേരിക്കയുടെ ആണവ ത്രിശക്തിയിലെ കരധിഷ്ഠിത വിഭാഗത്തിലെ പ്രധാന മിസൈലാണിത്. 9,650 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇതിന് മണിക്കൂറിൽ 15,000 മൈൽ വേഗത കൈവരിക്കാനാകും. ഡൂംസ്ഡേ എന്ന് വിളിക്കപ്പെടുന്ന ഈ മിസൈൽ 1970കളിൽ മുതൽ സേവനത്തിലുണ്ട്. നിലവിൽ ഇതിനു പകരമായി LGM-35A സെന്റിനൽ എന്ന പുതിയ മിസൈൽ വികസിപ്പിച്ചുവരികയാണ്. അമേരിക്കൻ പ്രധാന ഭൂഖണ്ഡത്തെ മുഴുവനായും ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള മറ്റൊരു ഉത്തരകൊറിയൻ മിസൈലാണ് ഹ്വാസോങ് 15. 2017ൽ ആദ്യമായി പരീക്ഷിച്ച ഈ മിസൈലിന് 13,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട്. അതീവ ഭാരമേറിയ വാർഹെഡുകൾ വഹിക്കാനുള്ള ഇതിന്റെ ശേഷി അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണിയാണുയർത്തുന്നത്. അമേരിക്കനും ബ്രിട്ടീഷ് നാവികസേനകളും ഉപയോഗിക്കുന്ന സമുദ്രാന്തർഭാഗത്തുനിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലാണിത്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച ഈ മിസൈൽ അത്യന്തം കൃത്യതാർന്നതാണ്. 7,600 മുതൽ 12,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഇതിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ 475 കിലോടൺ വാർഹെഡുകൾ ഉപയോഗിച്ച് തകർക്കാൻ സാധിക്കും. ഈ മിസൈലുകൾ നൽകുന്ന സന്ദേശം ലളിതമാണ്: ആധുനിക യുദ്ധമുഖത്ത് ദൂരം എന്നത് ഒരു തടസ്സമേയല്ല. ലോകം ഒരു യുദ്ധസാഹചര്യത്തിലേക്ക് നീങ്ങിയാൽ മനുഷ്യരാശിക്ക് സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമുള്ള വിനാശം വിതയ്ക്കാൻ ഈ ഓരോ മിസൈലിനും സാധിക്കും. സമാധാന ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ ഈ ആയുധങ്ങൾ നൽകുന്ന നിശബ്ദമായ മുന്നറിയിപ്പാണ് ലോകരാജ്യങ്ങളെ വിട്ടുവീഴ്ചകൾക്ക് പ്രേരിപ്പിക്കുന്നത്.